ഹല്ലേലൂയ. അങ്ങനെയാണ് യേശുക്രിസ്തുവിൽ കൂടി പാപപരിഹാരം പ്രാപിക്കേണ്ടത്. അല്ല എങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല ആ ലിസ്റ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയും അല്ലല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആമേൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരും. നിങ്ങൾ മാത്രമല്ല ഞാൻ അടക്കം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം മടങ്ങി വരണം. എവിടേക്ക്? ദൈവത്തിന്റെ വചനത്തിലേക്ക്. ആര് മടങ്ങി വരണം? നമ്മുടെ ഹൃദയം മടങ്ങി വരണം. നമ്മുടെ മനസ്സ് മടങ്ങി വരണം. നമ്മുടെ അന്തരംഗം മടങ്ങി വരണം. എവിടേക്ക്? ദൈവത്തിന്റെ വചനത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ആ 11 വാക്യം വായിച്ചേർത്ത് വായിക്കാം. ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വചനത്തോട് വചനം ചേർത്ത് വചനത്തോട് വചനം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിന് പകരം ഈ ലോകത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ട് ഒരു വാക്യം വായിപ്പിച്ചിട്ട് ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾക്കൊത്തവണ്ണം പ്രസംഗിച്ചിട്ട് അതിൽ നമ്മൾ പുളകം കൊണ്ടിട്ട് നമ്മൾ സന്തോഷിച്ചും അല്ലെങ്കിൽ സന്തോഷിക്കാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ എന്താ ഗുണം? എന്താ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമോ തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം ശക്തമായി പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം ശക്തമായി പ്രവർത്തിക്കും. ആ പ്രവൃത്തി പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കും. ഹല്ലേലൂയ. അവൻ ഓടി വന്നു, കരം വെച്ചു, പ്രാർത്ഥിച്ചു, പിശാചിന്റെ പ്രവൃത്തി അഴിയുന്നു എന്ന് പറഞ്ഞ് ഒരാൾ കമന്ന് വീഴുന്നാലോ മലന്ന് വീഴുന്നാലോ അതുകൊണ്ട് ഒരു ഗുണവും വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിലേക്ക് ദൈവവചനത്തിന്റെ പ്രകാശനത്തിലേക്ക് ആര് മനസ്സ് വിട്ടു കൊടുക്കുമോ അവരിലാണ് ദൈവത്തിന്റെ വചനം തീ പോലെ, ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ വെളിപ്പെടുവാൻ ഇടയായി തീരുന്നത്. അവർക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കില്ല. കാരണം ഈ ചുറ്റിക അതിനെ തകർത്ത് കളയും. ഈ തീ ആ ആയുധത്തെ തകർത്ത് കളയും, നിർവീര്യമാക്കി കളയും. അങ്ങനെയുള്ള ആത്മീയ അഭിഷേകത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെന്ന് ദൈവത്തിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. നാം ആ അഭിഷേകത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന് ദൈവത്തിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുക. എത്ര പേർക്ക് ഇതിന് ശ്രദ്ധ കൊടുക്കും? എത്ര പേർ ഇതിന് ശ്രദ്ധ കൊടുക്കുക? എത്ര പേർ ഇതിന് ഹൃദയം കൊടുക്കുക? എത്ര പേർ ഇതിന് മനസ്സ് കൊടുക്കും? പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കേണ്ടവരല്ല. നാം ഈ ലോകത്തിന് അനുരൂപരായി സംസാരിക്കേണ്ടവരല്ല. നാം ഈ ലോകത്തിന് അനുരൂപരായി സ്വപ്നം കാണേണ്ടവരല്ല. അതിനപ്പുറമായി ദൈവരാജ്യത്തിന് അനുരൂപരായി മാറേണ്ടവരാ. ദൈവരാജ്യത്തിന് അനുരൂപരായി മാറേണ്ടവരാ. കഴിഞ്ഞ ദിവസത്തിൽ വെളിപ്പെട്ടതുപോലെ ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് നമ്മൾ അനുരൂപരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം വെളിപ്പെടും. എങ്ങനെയാ വെളിപ്പെടുന്നത്? ദൈവവചനത്തിൽ കൂടിയാണ്. അപ്പോൾ ദൈവവചനം നമ്മൾ തള്ളിക്കളഞ്ഞാൽ, ദൈവവചനം ഉൾക്കൊള്ളാതിരുന്നാൽ, ദൈവവചനം ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ പോയാൽ നീതി പ്രാപിക്കാൻ കഴിയില്ല, സമാധാനം പ്രാപിക്കാൻ കഴിയില്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം പ്രാപിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ശക്തമായി മുഖം നോക്കാതെ, സഭാ സംഘടന നോക്കാതെ, ദേശം ഏതാണെന്ന് നോക്കാതെ ദൈവത്തിന്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം. ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഈ വാക്യം എന്നെ ടച്ച് ചെയ്തപ്പോൾ സ്തോത്രം എന്ത് പറയാൻ പറ്റുമോ? കിടുങ്ങി പോയി. ഈ വാക്യം എന്നെ ടച്ച് ചെയ്തപ്പോൾ, ഇപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ കിടുങ്ങി പോകും. ഇസയ പ്രവചനത്തിൽ പറയുമല്ലോ, കിടുങ്ങും, കീറും, മത്തനെ പോലെ ചാഞ്ചാടും. ആര്? ഒരു വ്യക്തി. കാരണം അത്രയ്ക്ക് ദൈവത്തിന്റെ വചനം ആ മനുഷ്യനെ സ്വാധീനിക്കും. ഹല്ലേലൂയ. സ്വാധീനിക്കുമ്പോൾ ആ മനുഷ്യന്റെ അറുതകേടുകൾ, ആ മനുഷ്യന്റെ പോഷത്വങ്ങൾ, ആ മനുഷ്യന്റെ വിവേകമില്ലായ്മകൾ എല്ലാം കീറിപ്പോകും. എല്ലാം പൊട്ടിപ്പോകും. പ്രാർത്ഥിച്ച് പൊട്ടിച്ച പൊട്ടൂല്ല കേട്ടതൊന്നും. ദൈവത്തിന്റെ വചനം നമ്മൾ സ്പർശിച്ച് ക്രിയ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നാം വിചാരിക്കാത്ത ബന്ധനങ്ങൾ പൊട്ടിത്തെറിക്കും. നാം വിചാരിക്കാത്ത ബന്ധനങ്ങൾ അഴിയുക. നാം വിചാരിക്കാത്ത ബന്ധനങ്ങൾ നിർവീര്യമായി മാറും. ദൈവത്തിന്റെ ശക്തി ഈ സമയത്തിൽ അതിനെ ശ്രദ്ധിക്കുന്നവരുടെ മേൽ ഈ സമയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആമേൻ അധികാരമുള്ള നാമത്തിൽ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ കാലങ്ങള് കർത്താവ് ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മെ അറിവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സമയത്തില് നമുക്ക് വേണ്ടി തുടർന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ പ്രിയമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുക? ആരെ? ഞാൻ. നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലകൾ നമുക്കുണ്ട്. അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരുടെ രക്തപ്പഴി നമ്മോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദേശനിവാസികളുടെ മാത്രമല്ല, ഭൂലോകത്തിന് അങ്ങോളം ഇങ്ങോളമല്ല എല്ലാ ജനവും ഈ ഓരോ വാക്കുകളും കേട്ടുണരേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുന്നവർ ജീവരക്ഷ പ്രാപിക്കും, അവിശ്വസിക്കുന്നവർ പോഷത്വത്തിലേക്ക് തിരിയും. അതിന്റെ അവസാന മരണ വഴികൾ ആയിത്തീരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഉത്തമമാണ്. ഉത്തമമാകുന്ന ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ അത്യുന്നതിന്റെ മറവില്ല, സർവശക്തന്റെ നിഴലിന്റെ കീഴില. ഹല്ലേലൂയ. നമ്മൾ പല സാഹചര്യങ്ങളില് 91 സങ്കീർത്തനം വായിച്ച് സന്തോഷിക്കുന്നവരാ, സമാധാനിക്കുന്നവരാ. അല്ല ഗുണമുണ്ടാവും. ഗുണമുണ്ടാകണമെങ്കിൽ അതുപോലെ നമ്മൾ ആകണം. അത്യുന്നതന്റെ മറവിൽ ആകണം. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രിയിൽ അഗ്നിസ്തംഭം കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടണം. ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടുമ്പോൾ ലോക ചിന്തയോട്, പാപചിന്തയോട്, അധർമ്മ ചിന്തയോട്, ദുർവ്യാഖ്യാനങ്ങളോട് നമ്മൾ വിട പറയും. പ്രൈസ് ദി ലോർഡ്. അതാ യിരെമ്യാ പ്രവാചകനോട് പറയുന്നത്, നീ അധമമായത് ഒഴിച്ച് അതിനോട് വിട പറഞ്ഞിട്ട് നീ ഉത്തമമായത് എന്താ? സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തി. എന്താണ് ഉത്തമം? ദൈവത്തിന്റെ ന്യായപ്രമാണമാണ് ഉത്തമം. അത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും. ഹല്ലേലൂയ. നീ എന്റെ വായ് പോലെയാകും. അപ്പൊ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വായ് പോലെയാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ് ദൈവത്തിന്റെ വായായി മാറണം. ആഗ്രഹമുണ്ടോ? ലോകസൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം അത് വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ വായ് ദൈവത്തിന്റെ വായ് പോലെയാകണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മുടെ വായ് ദൈവത്തിന്റെ വായ് പോലെയാകണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരങ്ങളെ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. അതാണ് 45 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമായി കാണാൻ കഴിയുന്നത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ കവിയുന്നത്? നിരാശയുടെ വചനങ്ങളാൽ, നിരാശയുടെ വാക്കുകളാൽ, കോപത്തിന്റെ വാക്കുകളാൽ, അനുസരണക്കേടിന്റെ വാക്കുകളാൽ നമ്മുടെ ഹൃദയം കവിയുന്നുണ്ടോ? അതോ ശുഭവചനത്താൽ കവിയുന്നുണ്ടോ? നമ്മൾ ഏത് സഭക്കാരെന്നുള്ള വിഷയമല്ല, ഏത് സംഘടനക്കാരെന്ന വിഷയമല്ല. സംഘടന ദൈവരാജ്യത്തിൽ എത്തിച്ചേരില്ല. പൈസലോ അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം ദൈവരാജ്യത്തിൽ എത്തിച്ചേരും. ആ വചനം നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ആ വചനത്തോടുകൂടെ നാം യാത്ര ചെയ്യും. പൈസലോ അനേകര് പറയണ്ട, ഞാൻ സ്വർഗത്തോ. ആരും സ്വർഗത്തിൽ പോകില്ല. ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് വന്ന വചനം തിരിച്ചു പോകുമ്പോൾ നമ്മൾ അതിനോടൊപ്പം പോകും. ആ വചനമാണ് നമ്മളെ കൊണ്ടുപോകാനുള്ളത്. ആ വചനമാണ് നമ്മളെ സൂക്ഷിക്കാനുള്ളത്. അതിനുവേണ്ടി പരിശുദ്ധാത്മ നമ്മെ ഒരുക്കിയെടുക്കും. എന്തിനു വേണ്ടി? ദൈവവചനത്തോട് ഏകീഭവിക്കപ്പെടാൻ വേണ്ടി. അത് പറയുന്നു, എന്റെ ഹൃദയം എന്ത് ചെയ്യുക? എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുക. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ. ദൈവവചനത്തിൽ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ദൈവവചനത്തിൽ പറയുന്ന അനുഗ്രഹം എങ്ങനെയുള്ളവർക്കാ? ഇങ്ങനെയുള്ളവർക്കല്ലേ? ഇല്ലേ? ദൈവവചനത്തിലുള്ള അനുഗ്രഹം ഇങ്ങനെയുള്ളവർക്കല്ലേ? ഇങ്ങനെയുള്ളവർ മാനസാന്തരത്തിന് യോഗ്യമായ അനുഭവത്തിൽ വരണ്ടേ? അതിൽ ജീവിക്കണ്ടേ? സ്നാനത്തിന് യോഗ്യമായ അനുഭവത്തിൽ വരണ്ടേ? സ്നാനപ്പെടണ്ടേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ യോഗ്യരായി വരണ്ടേ? അത് പ്രാപിക്കണ്ടേ?
സ്തോത്രം. അതെല്ലാം പ്രാപിച്ചുകൊണ്ട് വചനത്തിന് യോഗ്യമായി നമ്മളെ ക്രമപ്പെടുത്തിയില്ലെങ്കിലേ നാം തള്ളപ്പെട്ടു പോകുമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണ്ടേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നാം പ്രസ്താവിക്കുന്നിടത്ത് നാം കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാ? ദൈവവചനത്താൽ നാം അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം തീ പോലെയാണെങ്കിൽ ദൈവവചനത്താൽ നാം പ്രാപിക്കുന്ന അഭിഷേകം അഗ്നിയുടെ അഭിഷേകമാണ്, തീയുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആമേൻ, സ്തോത്രം. നാം കേവല അന്യഭാഷ അഭിഷേകം മാത്രം പ്രാപിച്ചാൽ പോരാ, നാം ദൈവവചനമാകുന്ന അഗ്നി അഭിഷേകം പ്രാപിക്കണം. ദൈവവചനത്താൽ അഗ്നിയാൽ നിറയണം. നമ്മുടെ ഹൃദയ ശുഭവചനത്താൽ നിറഞ്ഞ് കവിയണം. അതിനുവേണ്ടി എത്ര പേർ ഈ സമയത്ത് കരങ്ങളെ അടിച്ച് അന്യഭാഷയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്ത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത മന്ത്രിയായി, ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിന് പ്രഭുവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പുണ്ട്. പക്ഷേ ആ വീണ്ടെടുപ്പ് നമ്മളാൽ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അബലമാക്കി കളയരുത്. ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ബലമായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ ഹൃദയ ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല. നമ്മുടെ നാവ് ആരുടെ എഴുത്തുപോല? ആണ് കഴിഞ്ഞ ദിവസം കേട്ടത്. ഉവ് ഉവ്, ഇല്ല ഇല്ല. നമ്മുടെ നാവ് ആരുടെ എഴുത്തുപോല? നുണ പറയുന്ന എഴുത്തുപോലാണോ? നുണ കേട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന മനസ്സാണ് നമ്മുടെ മനസ്സ്. സ്തോത്രം. വ്യാജവർത്തമാനം പറയരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വ്യാജവർത്തമാനം പറഞ്ഞാൽ അത് നമ്മൾ നിരസിക്കും. ഇല്ലെങ്കിൽ സന്തോഷത്തോടെ കേട്ടോണ്ടിരിക്കും. അതിന്റെ അന്തം നിത്യജീവനല്ല, അതിന്റെ അന്തം നിത്യമരണമാണ്. ഈ നാളുകളിൽ അതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോന്നോരോന്നായി തിരിച്ചറിയണം. തിരിച്ചറിവിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിന്റെ ആത്മാവ് കേവല അന്യഭാഷയുടെ ആത്മാവ് മാത്രമല്ല. ദൈവത്തിന്റെ ആത്മാവ്, ആമേൻ, ജ്ഞാനത്തിന്റെ ആത്മാവ്. പ്രവചനം ആമേൻ, 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഈശായുടെ കുടുംബത്തിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന്. അത് സാക്ഷാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, വായിക്കാം. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ്, ആ വേരിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ കൊമ്പിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ കേൾക്കണമേ. യഹോവയുടെ ആത്മാവ് എങ്ങനെയുള്ളത്? ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ഇഷ്ടന്റെ ആലോചനയല്ല, അല്ല, അത്യുന്നതന്റെ ആലോചനയുടെ ആത്മാവ്, ദൈവബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ യഹോവഭക്തിയുടെ ഇനി പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. നമ്മൾ കേവലം ഈ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അന്യഭാഷയിൽ മാത്രം നിർത്തിയിരിക്കല്ലേ? ക്രൈസ്തലോ. എന്തുകൊണ്ടാ? അന്യഭാഷയിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കാനുള്ളതല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് പല വിധത്തിൽ നമ്മളിൽ പ്രവർത്തിക്കണം, പല വിധത്തിൽ നമ്മെ സൂക്ഷിക്കണം, പല വിധത്തിൽ നമ്മെ നയിക്കണം. പല വിധമെന്ന് പറഞ്ഞാൽ പല ആത്മാവിന്റെ പല സ്വഭാവങ്ങളിൽ കൂടെ, ദൈവാത്മാവിന്റെ സ്വഭാവത്തിൽ കൂടെ നമ്മൾ നയിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ കേൾക്കും, ദൈവാത്മാവിന് പല സ്വഭാവം ഉണ്ട്. അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണമുള്ള സ്വഭാവം ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനോട് വായിച്ചത് ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ഇതെല്ലാം ഒരാത്മാവാ. അതിനെ കുറിച്ച് മനസ്സുപുസ്തകം പറയാണ്. ആത്മാവ് ഒന്ന്, ഉപദേശം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒന്ന്, എല്ലാം ഒന്നാ. പക്ഷേ ഇതെല്ലാത്തിലും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഒന്നാണ്. സ്തോത്രം. അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരവർ പ്രവർത്തിക്കും. പ്രാപ്തി കൂടുമ്പോൾ പ്രാപ്തി കൂടിയ രീതിയിൽ പ്രവർത്തിക്കും. സ്തോത്രം. ഇത് ആത്മാവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
Praise the Lord. അതേ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്ന് നിങ്ങൾക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തി തരും. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിന്റെ ഏകാത്മാവാണ്. ഏകാത്മാവ് ഒരു വ്യക്തിയിൽ അവരുടെ പ്രാപ്തിക്കൊത്തോടെ പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് ഈ പറയുന്നത്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ ഒരു വിധത്തിൽ പ്രവർത്തിച്ച പ്രവൃത്തിയെ കുറിച്ചാണ് 45-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചത്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അവിടെ ദൈവാത്മാവ് ആ മനുഷ്യനെ പ്രവർത്തിച്ചത്. ദൈവത്തിന്റെ വചന ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ശുഭവചനമായി നിറഞ്ഞു കവിയണം. അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചത്. നമ്മളിൽ ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ടോ? പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കണമെങ്കിൽ ഈ സമയം മുതൽ നമ്മുടെ ജീവിതത്തിലെ മനസ്സുമാറ്റം വരട്ടെ, മനംതിരി വരട്ടെ. ഇതേ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുക. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയാൻ തുടങ്ങും. ചുമ്മാ നിറഞ്ഞു കവിയാൻ തുടങ്ങില്ല. മനം തിരിഞ്ഞതിന് ഒത്തവണ്ണം ദൈവത്തിന്റെ വചനം ഉള്ളിൽ ധ്യാനമായി മാറണം. ധ്യാനമായി മാറുമ്പോൾ അത് നിറയുമ്പോൾ കവിയും. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ പാട്ട് പാടുന്നത് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെയുള്ള ദൈവത്തിന്റെ നല്ല ഉദ്ദേശങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചാൽ കർത്താവ് നമ്മെ അമീസ്തോത്ര ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടിക്കുമാറാക്കും. അമേരിക്കക്കല്ല, ഉന്നതത്തിലേക്ക്. അതിനപ്പുറമാണ് അത്യുന്നതൻ. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയം രാജാവിന് വേണ്ടി, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. ഇത് നമ്മൾ പറയണം കേട്ടോ. ഭർത്താവ് ഭാര്യയോട് പറയണം, ഭാര്യ ഭർത്താവിനോട് പറയണം, മക്കൾ അമ്മയപ്പന്മാരോട് പറയണം, അമ്മയപ്പന്മാർ മക്കളോടും പറയണം, സഹോദരങ്ങളോട് പറയണം. എന്റെ കൃതി ആർക്ക് വേണ്ടിയുള്ളത്? എന്റെ വായിലെ വാക്കുകൾ ആർക്ക് വേണ്ടിയുള്ളത്? സാത്താന് വേണ്ടിയുള്ളതാണോ അതോ ദൈവാത്മാവിന് വേണ്ടിയുള്ളതാണോ? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നാം ക്രിസ്തുവിൽ ആരാണ്? ക്രിസ്തുവിൽ പത്രങ്ങളാ. അനേകർ നമ്മളെ കേൾക്കണം, അനേകർ നമ്മളെ വായിക്കണം. നമ്മൾ പത്രങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല പത്രത്തെ മഞ്ഞപത്രമാക്കുന്ന ആൾക്കാരുണ്ട്, അത് സൂക്ഷിക്കണം. നല്ല പത്രത്തെ മഞ്ഞപത്രമാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്, അത് സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. നല്ല പത്രത്തെ നല്ല പത്രമായി വായിക്കണം. അതിന് മഞ്ഞപത്രമാക്കി പറയുന്നവരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരോട് നമ്മൾ സംസർഗം ചെയ്യരുത്, അങ്ങനെയുള്ളവരെ അടുപ്പിക്കരുത്. മനസ്സിലായിരിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വിശ്വസ്തതയിൽ പ്രതിഫലം ഇച്ഛിക്കാതെ, ലാഭം ഇച്ഛിക്കാതെ, നഷ്ടം ഇച്ഛിക്കാതെ, ഒന്നും ഇച്ഛിക്കാതെ നിഷ്പക്ഷമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന പല ശുശ്രൂഷകര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവർക്കെതിരായി അനേകരെ പരദൂഷണം പറഞ്ഞ് അവരെ ഒരു മഞ്ഞപത്രമാക്കി മാറ്റും. സ്തോത്രം. അങ്ങനെയാക്കി മാറ്റുമ്പോൾ അങ്ങനെ ആകില്ല അയാൾ അങ്ങനെ ആകില്ല. പക്ഷെ ഈ പറയുന്നവർ മഞ്ഞപത്രക്കാരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയുന്നവർ മഞ്ഞപത്രക്കാരാ. പക്ഷേ പത്രം തന്നെയാണ്. സ്വർഗീയ പത്രം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പത്രമായി മാറണം. യേശു ക്രിസ്തു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ആകുമ്പോൾ പഴിയുണ്ടാകും, ദുഷിയുണ്ടാകും, നന്മയുണ്ടാകും. മത്തായി സുവിശേഷം 10-ാം അധ്യായം 22-23 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അത് വായിച്ചു തിരിച്ചു വരാം. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും? പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സന്ദർശിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? സത്യവചനം വിളിച്ചു പറയുമ്പോൾ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? ഉപദ്രവിക്കുന്നതിന് അടയാളമായിട്ടാണ് മഞ്ഞപത്രമാക്കി വിശേഷിപ്പിക്കുന്നത്.
ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ ക്രിസ്തുവിൽ പത്രമായി നമ്മൾ വളർന്നു വരണം. നമ്മളെല്ലാവരും വളർന്നു വരണം. കാരണം സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കേണ്ടവരാ, സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ വില കളഞ്ഞു കുളിക്കരുത്. നമ്മുടെ വില സർവ്വലോകത്തിനേക്കാൾ വിലയാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് സർവ്വലോകത്തിനേക്കാൾ വിലയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സംഗീതജ്ഞൻ പറയാണ്, ആമേൻ സ്തോത്രം, എന്റെ ഹൃദയം ശുഭ വചനത്താൽ കവിയുന്നു. എന്തിനാ എടുത്തെടുത്ത് പറയുന്നത്? അങ്ങനെ എടുത്തെടുത്ത് പറയണോ? നമ്മൾ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയാ. നമ്മൾ പറഞ്ഞ് അഭ്യസിക്കണം. നമ്മൾ പറഞ്ഞ് അഭ്യസിക്കണം. ഇത് ഓർമ്മയിരിക്കണം. പെട്ടെന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നട ചവിട്ടുമ്പോൾ പറയണം, എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയുന്നു. അത് വെളിച്ചമാണ് കേട്ടോ. ഈ വാക്ക് വെളിച്ചമാണ്. ഈ വെളിച്ചം ഉണ്ടല്ലോ വീട്ടിനകത്ത് പ്രകാശിക്കും. നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. ദൃശ്യമായിട്ടല്ല, അദൃശ്യമായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൽ അദൃശ്യമായി നിറഞ്ഞു നിന്നതുപോലെ ഈ വാക്യ ശബ്ദങ്ങള് നമ്മുടെ ഭവനത്തിനകത്ത് ഏറ്റു പറഞ്ഞാൽ അത് അദൃശ്യമായി നിറയും. നിറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു ദൃശ്യമായി മാറിയതുപോലെ പിന്നത്തേതിൽ ഈ വചനത്തിന്റെ ശബ്ദം, പ്രകാശനം നമ്മുടെ വീട്ടിനകത്ത് ദൃശ്യമായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൃശ്യമായി വെളിപ്പെടുന്നത് വരെ നമ്മുടെ വീട്ടിനകത്ത് നൃത്തം ചെയ്യുന്ന അദൃശ്യമായ ആത്മശക്തി ഉണ്ടല്ലോ, ദുരാത്മ വ്യാപാരങ്ങളുണ്ടല്ലോ. ആ ദുരാത്മ വ്യാപാരങ്ങളെ ഈ ദൈവവചനത്തിന്റെ ശക്തി അദൃശ്യമായി നിന്ന് യുദ്ധം ചെയ്യും, അദൃശ്യമായി പ്രവർത്തിക്കും. അദൃശ്യമായി യുദ്ധം ചെയ്ത് ആ വീട്ടിനകത്തുള്ള സകല ക്രിയകളെയും, ആ വീട്ടിനകത്തുള്ള സകല പ്രേത ശക്തികളെയും, ആ വീട്ടിനകത്തുള്ള സകല പൈശാചിക തന്ത്രങ്ങളെയും, മാത്രമല്ല ആ വീട്ടിനകത്തുള്ള സകല മനുഷ്യ സൂത്രങ്ങളെയും അതിനെല്ലാം ഇല്ലായ്മയാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവവചനത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്തുള്ളവർക്ക് ആ വചനം ഇഷ്ടമില്ലെങ്കിൽ, സമൂഹത്തിലുള്ളവർക്ക് ഈ വചനങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ, മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഒരു പട്ടണത്തിൽ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത പട്ടണത്തിലേക്ക്, അടുത്ത വീട്ടിലേക്ക് ഓടിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കണം? ശുഭവചനത്താൽ കവിയണം. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിഞ്ഞാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നവനല്ല. ദൈവത്തോട് 119 സങ്കീർത്തനം 11 വാക്യം എന്താ വായിച്ചേ? ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അവ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് പാപം ചെയ്യുന്നില്ല. അപ്പൊ പാപം ചെയ്യാത്ത ആ മനുഷ്യനോട് ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി വ്യാപരിക്കും. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യന് പൂർണ്ണമായി ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തില് ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല, അസാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. ഹല്ലേലൂയ. 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 അങ്ങനെ ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിച്ച് നാം അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന് കീഴിലാകുമ്പോൾ നാം ന്യായപ്രമാണത്തിൽ ഉത്തമമായ ദൈവത്തിന്റെ വചനത്തിൽ അടച്ച് സൂക്ഷിക്കപ്പെടുകയാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്. വാക്യം 23, 24, ആമേൻ സ്തോത്രം 25 വാക്യം. വിശ്വാസം വരുന്നതിന് മുൻപ് അപ്പൊ നമ്മളേക്ക് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിൽ ഒരിക്കലും ഒക്കില്ല. ദൈവം ഉദ്ദേശിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ദൈവം തരുന്ന വിശ്വാസവും നമ്മിൽ ഉണ്ടായ വിശ്വാസവും തമ്മിൽ എന്ത് ചെയ്യില്ല? ഒക്കില്ല. എങ്ങനെ ഒക്കില്ല? ചേരില്ല. എങ്ങനെ ചേരില്ല? നമ്മുടെ വിശ്വാസം ഭൗതിക അനുഗ്രഹം കിട്ടിയതിന്റെ വിശ്വാസം, ദൈവം തരുന്ന വിശ്വാസം നിത്യജീവന്റെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം ഒരു അവസരം തന്നതിന്റെ വിശ്വാസമാണ്.
പക്ഷെ ദൈവം തരുന്ന വിശ്വാസം നിത്യജീവനിൽ എത്തിച്ചേരേണ്ട വിശ്വാസമാണ്. അപ്പൊ ദൈവം തന്ന വിശ്വാസം നമ്മൾ എത്രത്തോളം ഉണ്ട്? ദൈവം തന്ന വിശ്വാസം അല്പമാണെന്നെങ്കിൽ അത് വളരണമെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമായും നമ്മൾ വരുന്നത് വരെ നാം എവിടെ ഇരിക്കണം? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരിക്കണം. എന്നാൽ അത്യുന്നതന്റെ മറവാകത്തുള്ളൂ, എന്നാലേ സർവശക്തിയുടെ നിഴലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഫറവോന്റെ നിഴലിലായിരിക്കും നാം വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഗലാത്യ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് വിളിച്ചു പറയുന്നത്. ഇന്ന് നമുക്ക് വേണ്ടിയും കൂടെ വായിക്കാം. വിശ്വാസം വരുന്നതിന് മുൻപേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ആരാണ് നമ്മൾ നയിക്കുന്നത്? ദൈവത്തിന് ന്യായപ്രമാണത്തിന് മുമ്പ് നാം ആരാണ്? ശിശുവാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വരുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ഇതാരോട് പറഞ്ഞു? പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും. എന്താണ് അങ്ങനെ പറഞ്ഞത്? അവർ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുന്നു, വാക്കുകൾ കൊണ്ട് മുറുകെ പിടിക്കുന്നു. പക്ഷെ ന്യായപ്രമാണത്തിന്റെ സത്യങ്ങൾ അവർ ഗ്രഹിക്കുന്നില്ല. അത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞു വരണം. തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ യജമാൻ എന്ന് പേരെടുക്കത്തില്ല, നിങ്ങൾ ഗുരു എന്ന് പേരെടുക്കത്തില്ല, നിങ്ങൾ പിതാവ് എന്ന് പേരെടുക്കത്തില്ല, നിങ്ങൾ പള്ളിയിൽ വന്ദനവും അങ്ങാടിയിൽ മുഖ്യാസനവും ആകത്തില്ല. നിങ്ങളൊരു ശിശുവായി മാറും. ശിശുവായി മാറുമ്പോൾ ദൈവത്തിന് ന്യായപ്രമാണം നിങ്ങളെ പരിപാലിക്കുന്നത് എവിടേക്ക്? ക്രിസ്തുവിന്റെ അടുക്കിലേക്ക്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് ഇന്നിടെ കേട്ടതും മറക്കുന്നവരല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഭാഗ്യ പദവിയിലേക്ക് തിരുവചനത്തിൽ കൂടെ നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ നാം പലിശയ്ക്ക് കൊടുത്ത് ദ്രവ്യം സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം തള്ളപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും പറയുന്ന വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ഉവ്വെന്നും ഇല്ല എന്നുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലെ വാക്ക് നിത്യജീവൻ ആധാരമായിരിക്കണം. നമ്മുടെ വായിലെ വാക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതായിരിക്കണം. നമ്മുടെ വായിലെ വാക്ക് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നത് ആകരുത്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന വാക്കുകൾ നമ്മുടെ വായിൽ വരുന്നുവെങ്കിൽ ഓർക്കണമേ, അനുദപിക്കണമേ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഹൃദയമെന്ന ആലയത്തില് പ്രാർത്ഥനയെന്ന ധൂപം ഉയർന്നുകൊണ്ടിരിക്കണം. ഹൃദയമെന്ന ആലയത്തില് പ്രാർത്ഥനയെന്ന ധൂപം ഉയർന്നുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥനയെന്ന ധൂപം സ്വർഗത്തിലെ യാഗപീഠത്തിൽ പോകും. യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് സാറാബുകളിൽ ഒരുത്താൻ ഒന്ന് ആമേൻ സ്തോത്രം അവിടുന്ന് തീക്കല്ലെടുത്ത് നമ്മുടെ അധരങ്ങളെ തൊടുവിക്കുക. അങ്ങനെ ആത്മശുശ്രൂഷകൾ നമ്മുടെ ജീവിത മേഖലയെ പ്രാപിച്ചെടുക്കണം. സ്ത്രീ പുരുഷന്മാർ ആരും ആകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, യൗവനക്കാരാകട്ടെ, ആരായാലും ശുശ്രൂഷകൾ പ്രാപിച്ചെടുക്കണം. ദൈവിക അധികാരങ്ങൾ പ്രാപിച്ചെടുക്കണം. നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്ന ആരെയോ പോലെ ആകരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവജനമായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം എല്ലാവരും തെറ്റിപ്പോകുന്നവരായി മാറും. അതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ വായിച്ചത്. ആമേൻ സ്തോത്രം. അല്ലല്ല, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാം എല്ലാവരും അങ്ങനെ തന്നെ നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു അതേ അവസ്ഥയിൽ ധനവാനെ പോലെ ആമേൻ സ്തോത്ര, അതേ സ്തോത്ര, ഹല്ലേലൂയ. ദൈവവചനത്താൽ നശിച്ചുപോയ ഓരോരുത്തരെ പോലെ നാം നശിച്ചു പോകുവാനിടയായിത്തീരും. ദൈവസ്നേഹം നമ്മൾ ദുർവിനിയോഗം ചെയ്യപ്പെടും. ഈ നാളുകൾ ദൈവവചനം ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കാൻ, ദൈവവചനത്തോട് നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ജാഗ്രതയുള്ളവരായി ദൈവത്തെ ആമേൻ ഭയപ്പെട്ടിട്ട് എങ്ങനെയാണ്? നമ്മൾ പോലീസിനെ കണ്ട് ഭയപ്പെടുന്ന ആരാണ്? കുറ്റവാളികളാണ്. പോലീസിനെ കണ്ട് ഭയപ്പെടുന്നത് കുറ്റവാളികളാണ്, അല്ലേ?
അപ്പൊ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് ഭയപ്പെടുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികൾ നടക്കുന്നവനും ഭാഗ്യവാൻ. അപ്പൊ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വഴികളിൽ നടക്കാത്ത ഞാൻ ദൈവത്തെ ഭയപ്പെടും. ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ഞാൻ ദൈവസ്നേഹത്തിൽ ജീവിക്കും. ദൈവത്തിന്റെ വഴികളിൽ നടക്കാത്ത ഞാൻ ദൈവത്തെ ഭയപ്പെടണം. ദൈവ വഴികളിൽ നടക്കുന്ന ഞാൻ ദൈവസ്നേഹത്തിൽ ജീവിക്കണം. നമ്മളിൽ ഓരോരുത്തരും ഓരോ സമയത്തിലും ഇതിൽ രണ്ടിൽ എങ്ങനെയുള്ളവരാണ്? നമ്മള് റോഡിൽ പോകുമ്പോൾ AI ക്യാമറയുടെ മുൻപിലാണ്, നിരീക്ഷണത്തിലാണ് എന്നതുപോലെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ കണ്ണാകുന്ന സ്വർഗീയ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. നമ്മുടെ വായിലെ വാക്കും അവിടെ റെക്കോർഡിങ്ങാണ്. നമ്മുടെ ജീവിത മേഖലകളെല്ലാം അവിടെ റെക്കോർഡിങ്ങാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, എല്ലാവരും നിരത്തി വെച്ച് തരും, എല്ലാ കൺമുന്നിൽ നിരത്തി വെച്ച് തരും. അന്ന് നാം നിരാശരായി മാറാതിരിപ്പാൻ ഇന്ന് തിരിച്ചറിവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. വെളിപ്പെട്ട് വരുമ്പോൾ അത് നമ്മൾ ഓർക്കും, അനുദരിക്കും, ക്രിസ്തുവിലേക്ക് നോക്കും. ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി മാറും. അർത്ഥം, അവർക്ക് പാപം ക്ഷമിച്ചു കിട്ടും. ക്രൈസ്തല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആദരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന വാക്ക് തിരിച്ചു വരും. ക്രൈസ്തല്ലോ, എന്നാൽ അനുദപിക്കാതെ കഠിനപ്പെട്ട് ദൈവവചനത്തിൽ പ്രിയം വയ്ക്കാൻ മനസ്സില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, അനാഥനായി വിടുകയില്ല എന്ന വാക്ക് തിരിച്ചു വരുമോ? ക്രൈസ്തല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ദൈവവചനത്തിന്റെ ആധാരങ്ങൾ തിരിച്ചറിയണം. നമുക്ക് സാധിക്കുമോ? ഇല്ല, കഴിയില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 119 സങ്കീർത്തനം 73 വാക്യത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ദൈവഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ പ്രാർത്ഥിച്ചു തുടങ്ങിയത്? കഷ്ടതയിൽ ചട്ടം പഠിച്ചപ്പോൾ 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്ന് മനസ്സിലായപ്പോഴടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും പറയാം, അത്ഭുതകരമായി, അതിശയകരമായി എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞു സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയല്ലോ, വിശ്വസിക്കുമല്ലോ. ശരിയാ. പക്ഷേ അതിന്റെ ഫലം നമുക്ക് വരണ്ടേ? വരണമെങ്കിൽ കഷ്ടതയിൽ ചട്ടം പഠിക്കണം. പഠിച്ചുകൊണ്ട് 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ന്യായപ്രമാണം എനിക്ക് ഉത്തമമെന്ന് പറയണം. അടുത്തു പറയണം, ആ ഉത്തമമാകുന്ന ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളെ പഠിക്കാൻ എനിക്ക് ബുദ്ധി തരണമേ. 73 വാക്യം ചേർത്ത് വായിക്കാം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാൽ അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ. ക്രൈസ്തല്ലോ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രാർത്ഥന വിഷയമാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കേണ്ട പ്രാർത്ഥനയാണിത്. നമ്മുടെ സഭാരാധനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കേണ്ട പ്രാർത്ഥനയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് അതിർത്തിൽ കൂടി വെളിപ്പെടേണ്ടതിന് പകരം ഈ ലോകത്തിലെ പ്രാർത്ഥനകൾ, ഈ ലോകത്തിലെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ അനന്തരഫലം 2 കൊരിന്ത്യർ 4 അധ്യായം 4 വാക്യം ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലൻ കൂടി വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. നമുക്കൊരു വലിയ ശുശ്രൂഷയിൽ നടക്കപ്പെടണം. എന്താണ്? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണം.
പ്രൈസ് ദി ലോർഡ്. സർവ്വലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ഹൃദയ കണ്ണ് അടഞ്ഞു പോകാൻ കാരണം? എന്തുകൊണ്ടാ ഹൃദയ കണ്ണ് അടഞ്ഞു പോകാൻ കാരണം? ഈ ലോകത്തിലെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയ കണ്ണ് അടയ്ക്കപ്പെടും. അടയ്ക്കപ്പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്രവാചകൻ പറയും, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. ആരാണ് അവിശ്വാസി? ദൈവജനം പറയും നമ്മളെല്ലാം വിശ്വാസികളാണെന്ന്. പക്ഷെ ആത്മീയ കാഴ്ചപ്പാടുണ്ടോ? ആത്മീയ വെളിപ്പാടുണ്ടോ? ആത്മീയ ദർശനമുണ്ടോ? ആത്മീയ ആഹാരത്തെ കുറിച്ചുള്ള വാഞ്ചയുണ്ടോ? ആത്മീയമായ പാനീയത്തെ കുറിച്ചുള്ള വാഞ്ചയുണ്ടോ? ഇല്ലാത്തിടത്തോളം നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുക. കണ്ണുകൾ തുറക്കപ്പെടണം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അത് തുറക്കപ്പെടണമെന്നല്ല, പ്രകാശിപ്പിക്കണം. തുറക്കപ്പെട്ടു, ഇനി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണത്തിൽ എന്തുണ്ട്? അത്ഭുതമുണ്ട്. ന്യായപ്രമാണത്തിലുള്ള അത്ഭുതം എന്താണ്? ഭൗതികമാണോ? ന്യായപ്രമാണത്തിലുള്ള അത്ഭുതം ആത്മീയമായ അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ന്യായപ്രമാണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ അത് ആത്മീയ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. ആ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണണം. അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. തുറക്കപ്പെടുക മാത്രമല്ല, പിന്നെ പ്രകാശിക്കപ്പെടണം. ഈ നാളിക നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടേണ്ട വലിയൊരു അത്ഭുതമാണത്. നമുക്കറിയാമല്ലോ, ഹിസ്കിയ രാജാവ് എന്ന മനുഷ്യൻ അവൻ രോഗിയായി ഭാരപ്പെട്ടു. മനുഷ്യരോഗം നിറളപ്പാട് കിട്ടി. അദ്ദേഹം പ്രാർത്ഥിച്ചു, ആയുസ് തിരിച്ചു കിട്ടി. അനന്തരഫലം എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ അദ്ദേഹം ജീവിച്ചിരുന്നോ? അദ്ദേഹം ദൈവത്തോട് പാപം ചെയ്തു. അദ്ദേഹം ദൈവത്തോട് മത്സരിച്ചു. അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. സ്നേഹിതരെ, നമുക്ക് കേവലം ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് അകലാൻ വേണ്ടിയല്ല, ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാകട്ടെ. ദൈവത്തോട് അടുത്തു വരാൻ വേണ്ടിയാകട്ടെ. വചനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കണം. നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണം. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഉറങ്ങിക്കിടക്കുക, മലർന്നുറങ്ങിക്കിടക്കുക. ഉറങ്ങിക്കിടന്നപ്പോൾ പെട്ടെന്ന് ഒരു വീട്ടിൽ നേരത്തെ ഉണർന്ന ഒരാൾ വന്ന് ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടപ്പം കണ്ണിൽ വന്ന് അടിച്ചു. കണ്ണിൽ വന്ന് വെട്ടടിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഉണരും. എന്നതുപോലെ ഈ ദൈവത്തിന്റെ വചനം നമ്മളെ കേട്ട് നമ്മുടെ ഹൃദയ കണ്ണിൽ തട്ടുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ കണ്ണുകൾ ഉണരും. നമ്മുടെ അകത്തെ മനുഷ്യൻ ഉണരും. ആത്മീയ മനുഷ്യൻ ഉണരും. പിന്നെ നമ്മുടെ ചിന്തകൾ ആത്മീയ മനുഷ്യനെ കുറിച്ചായിരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മീയ മനുഷ്യനെ കുറിച്ചായിരിക്കും. നമ്മുടെ ജീവിതം ആത്മീയ മനുഷ്യനെ കുറിച്ചായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകണം. ആ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ദൈവം ദാനമായി തരുന്ന വിശ്വാസം നമ്മുടെ മേൽ പകരപ്പെടും. അത് പകരപ്പെടുന്നത് വരെ സ്തോത്രം, നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ്? കർത്താവേ, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമോ? ഭക്തന്മാരുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, ഭൗതിക ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചില്ല എന്നുമല്ല. പക്ഷേ ഭൗതിക ആവശ്യങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവർ പിന്നത്തേതിൽ നീക്കിക്കളയുവാനിടയായി. ഹല്ലേലൂയ. പ്രാരംഭഘട്ടങ്ങളിൽ ദൈവഭക്തന്മാർ അന്നും പ്രാർത്ഥിച്ചിരുന്നു ഭൗതിക വിഷയങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ പ്രാർത്ഥിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. ബാലനായപ്പോഴോ ശിശുവിനുള്ളത് മാറ്റി പിന്നെ ബാലനുള്ളതായി. എന്താണ് ബാലനുള്ളത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ശിശു ആയിരിക്കരുത്. നമ്മുടെ പ്രാർത്ഥന പുരുഷത്വത്തിലേക്ക് വരണം. പുരുഷത്വത്തിലേക്ക് വരണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ.
ഹല്ലേലൂയ. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ദൈവവചനത്തിൽ പ്രിയരായി മാറണം. അതിൽ പ്രിയം വെച്ച് വളരണം. അതിൽ പ്രിയം വെച്ച് വളരണം. വളർന്ന് 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 ക്രിസ്തുവെന്ന തലയോളം വളരണം. അതിന് തക്കവണ്ണം നാം ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം ആമേൻ അതിരുകളില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളണമോ നിരസിക്കണമോ? ഉൾക്കൊള്ളണമെങ്കിൽ ദൈവവചനത്തിൽ നമ്മുടെ ഹൃദയം ഉറക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ നിരസിച്ച് കളയും. നമ്മൾ അറിയുന്നില്ലാതെ നമ്മൾ നിരസിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യ സ്നേഹം എന്നും നിൽക്കുന്നതല്ല, ദൈവസ്നേഹം എന്നേക്കും നിൽക്കുന്നതാണ്. എന്നേക്കും നിൽക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതിന് നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം. ഹല്ലേലൂയ. ദേശനിവാസികളെ, ഭൂലോകത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള സകല ജനമേ, ദൈവത്തിലേക്ക് മനസ്സ് തിരിക്കുവാൻ, ദൈവത്തിലേക്ക് മനസ്സ് തിരിക്കുന്നവർ ദൈവരാജ്യത്തിലേക്ക് മനസ്സ് തിരിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിലേക്ക് മനസ്സ് തിരിക്കപ്പെടാൻ വേണ്ടി ആമേ തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ എന്ന് ദൈവജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നമുക്കെല്ലാവർക്കും സമർപ്പണം ചെയ്യാം. എഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ള എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.